നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷ്. KP മോഹനൻ MLAയുടെ പാനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP മാർച്ച്. ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി തലശ്ശേരി നഗരസഭാ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ B. സതി ബജറ്റ് അവതരണം നടത്തി. വാർത്തകൾ വിശദമായി. മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദു ബാലന്റെ വീടിന് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ബോംബേറിൽ തകർന്ന വടകര തോടന്നൂരിലെ വീട് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. റിമാൻഡിലുള്ള KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറ്. വടകര തിരുവള്ളൂരിലെ ബിദുലിന്റെ വീടിന് നേരെ വെള്ളിയാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു കാര്യവുമില്ലാത്ത ഒരു വിഷയത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള സമയം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ ചർച്ച നടന്ന് അത് വാർത്തയായി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വധശ്രമത്തിന് കേസെടുക്കും. നിങ്ങൾ എല്ലാവർക്കും ഇതാരും ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരല്ലേ, സോഷ്യൽ മീഡിയ ചെയ്യുന്നവരല്ലേ, എല്ലാവർക്കും കാണാമെന്നുള്ളൂ. അവരുടെ ആ ദൃശ്യങ്ങൾ CCTV റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉൾപ്പെടെ കണ്ട ആ ലേഡിയുടെ ആ മന്ത്രിയുടെ അടുത്തേക്ക് പോലും ആരും പോയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പുകമറ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ MV ജയരാജൻ പറഞ്ഞ് ഗവൺമെൻറ് ആ കറുത്ത കോട്ട് കെടുത്താൽ ഇപ്പോൾ ഇവിടെ എത്തി ഈ ഫുട്ബോൾ കമൻറ്ററി പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതെത്തി കഴുത്തിന് മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരൊക്കെ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. ആദിവാസികളെ പുനരധിവസിപ്പിച്ച 10ാം ബ്ലോക്കിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷാണ് മരിച്ചത്. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ വീടിന് പുറത്തേക്കിറങ്ങിയതായിരുന്നു. ഈ സമയത്ത് പുറത്തുനിന്നിരുന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അനീഷിന്റെ നെഞ്ചിലടക്കം ചവിട്ടേറ്റു. ഉടൻ തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. നേരത്തെയും ആറളം ഫാമിൽ 2 പേർ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിരുന്നു. NDA കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP മോഹനൻ MLAയുടെ പാനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടെന്ന് ആരോപിച്ച് നടത്തിയ മാർച്ച് ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. NDA കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP മോഹനൻ MLAയുടെ പാനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. മണ്ഡലത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടുവെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. MLA ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർ MV ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം മാർച്ച് തടഞ്ഞത്. പോലീസ് വലയം ഭേദിക്കാൻ
പ്രവർത്തകർ ശ്രമിച്ചതോടെ അല്പസമയം ഉന്തും തള്ളും നടന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. തുടർന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിനെ ICUവിൽ കിടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CK പത്മനാഭൻ പറഞ്ഞു. ആരോഗ്യരംഗം കേരളത്തിൽ താറുമാറായിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജിന് സിനിമയിലോ സീരിയലിലോ അഭിനയിക്കുന്നതാണ് നല്ലതെന്നും CKP പറഞ്ഞു. നമ്മുടെ ആരോഗ്യ വകുപ്പിനെ ICUവിൽ കിടത്തിയ മന്ത്രിക്ക് ICUവിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വന്നുവെങ്കിൽ ഇനി പിണറായി സർക്കാരിനെ ICUവിൽ കടത്തുന്ന ഒരു ജനകീയമായ വിധിയാണ് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര കള്ളത്തരമാണ്! എനിക്ക് തോന്നുന്നു ഈ ചുട്ടിയും കുട്ടിയും ഒക്കെ വാരി തേച്ച് ഈ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി കസേരയിൽ ഇരുന്ന് ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യകരമായി രോഗഗ്രസ്തമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വിവരമില്ലാത്ത ആ മന്ത്രിക്ക് ഏറ്റവും നല്ലത് നല്ല ജോലി സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സീരിയലിലോ സിനിമയിലോ അഭിനയിച്ചാൽ വലിയ അവാർഡ് കിട്ടാനുള്ള എന്തൊരു ആണ് വാസ്തവത്തിൽ. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ വീണാ വായന പിണറായി ഒന്ന് നിർത്തിവെക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വകുപ്പ് കൊടുത്തപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രോഗം ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്ന സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടുന്ന പരിഗണന എന്താ? എത്രമാത്രം അവഗണനയാണ് അവർക്ക് കിട്ടുന്നത്? വയറ്റിൽ കത്രിക, ഹൃദയത്തിൽ കത്രിക, എവിടെയൊക്കെയാണ് കത്രിക എന്ന് അറിഞ്ഞുകൂടാ. ഈ നാട്ടിലെ കത്രിക മുഴുവനും വിഴുങ്ങുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി, ഒരു ആരോഗ്യ വകുപ്പ്, ഒരു ഡോക്ടർമാർ. എന്നിട്ടോ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ഉന്നയിച്ച ആളുകളെ കുറ്റവാളികളായി പ്രതിയാക്കി കേസെടുക്കുന്ന പ്രാകൃതമായ കിരാതമായ ഒരു ഭരണം, ഒരു ദുശാസന ഭരണമാണിപ്പോ ഈ പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ സർക്കാർ തയ്യാറായില്ലെന്നും CKP കുറ്റപ്പെടുത്തി. KP മോഹനൻ MLA BJP നേതൃത്വം നൽകുന്ന NDAയിലേക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ഷണിക്കുകയും ചെയ്തു CKP. LDFിലെ ജനപിന്തുണയുള്ള കക്ഷിയായിട്ടും ഒരു സ്ഥാനവും നൽകാതെ RJDയെ ചവിട്ടിത്താഴ്ത്തി പിണറായി അപമാനിക്കുകയാണെന്നും CKP പറഞ്ഞു. BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജിലാൽ അധ്യക്ഷനായി. പാനൂർ മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു, സംസ്ഥാന സമിതി അംഗം P സത്യപ്രകാശ്, CK കുഞ്ഞിക്കണ്ണൻ, VP സുരേന്ദ്രൻ മാസ്റ്റർ, CP സംഗീത, സജീവൻ യദുകുലം, KK ധനഞ്ജയൻ, EP ബിജു, E മനീഷ്, M രത്നാകരൻ, ഷംജിത് പാട്യം തുടങ്ങിയവർ പ്രസംഗിച്ചു. അഴീക്കോട് വീടിനു പുറകിൽ സ്ഥാപിച്ച കൂടിന്റെ പൂട്ട് തകർത്ത് 36 പ്രാവുകളെ കൊന്ന നിലയിൽ കണ്ടെത്തി. മീൻകുന്നിലെ K സുനിലിന്റെ വീട്ടുവളപ്പിൽ സ്ഥാപിച്ച കൂട്ടിൽ കയറിയാണ് പ്രാവുകളെ കഴുത്തറത്ത് കൊന്നത്. അഴീക്കോട് വീടിന് പിറകിൽ സ്ഥാപിച്ച കൂടിന്റെ പൂട്ടു തകർത്ത് 36 പ്രാവുകളെയാണ് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. അഴീക്കോട് മീൻകുന്നിലെ K സുനിലിന്റെ വീട്ടുവളപ്പിൽ സ്ഥാപിച്ച കൂട്ടിൽ കയറിയാണ് പ്രാവുകളെ കഴുത്തറത്ത് കൊന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് സംഭവം. സുനിലിന്റെ മകൻ C അനുരാഗ്, സുഹൃത്തുക്കളായ ഉജ്ജ്വൽ, അനുവിന്ദ് എന്നിവർ ചേർന്നാണ് പ്രാവുകളെ വളർത്തുന്നത്. ഫാൻസി പ്രാവുകൾ, മത്സരപ്രാവുകൾ എന്നിവയുടെ കുഞ്ഞുങ്ങളടക്കം 51 പ്രാവുകളുണ്ട്. അതിൽ 36 എണ്ണത്തെയാണ് കൊന്നു തള്ളിയത്. 8 ജോഡി പ്രാവുകളെയും 20 കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊന്ന ശേഷം തൊട്ടടുത്ത വയലിൽ വലിച്ചെറിയുകയായിരുന്നു. സുനിലിന്റെ ഭാര്യ രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് പ്രാവുകളെ കൂടിന് സമീപത്തും തൊട്ടടുത്ത വയലിലുമായി കണ്ടത്. ഉടൻ മകനെ വിളിച്ചറിയിക്കുകയായിരുന്നു. 8 വർഷം മുൻപാണ് പ്രാവുകളെ വളർത്താൻ തുടങ്ങിയത്. ആവശ്യക്കാർക്ക് വിൽക്കുകയും നാട്ടിൽ പ്രാവുകളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സുഹൃത്തുക്കളുടെ പ്രധാന വിനോദം. ഞായറാഴ്ച നാട്ടിലെ ഒരാളുമായി പ്രാവ് വിൽപ്പനയെ സംബന്ധിച്ച് വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പ്രാവുകളെ കൊന്നതെന്ന് സംശയിക്കുന്നു. വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് അത് ഞാൻ വിറ്റിട്ടായിട്ടും അവർക്ക് പൈസ കൊടുത്തു. അപ്പൊ പൈസ കൊടുത്തതിന് ശേഷം നമുക്ക് പൈസ അല്ല വേണ്ട, പ്രാവിനെ എന്നാ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് തമ്മിൽ അപ്പുറം വാക്കായി. അതാണ് പ്രാവിനായാലും തരാമെന്ന് പറഞ്ഞു. ഇവരപ്പുറം ഇപ്പുറം തമ്മിൽ വർത്താനായിട്ട് അൻവിന്ദിനെയും ഇവരെല്ലാം പോയിട്ടായിരുന്നു അടിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നത്. സാമൂഹ്യ സുരക്ഷ, പശ്ചാത്തല സൗകര്യ വികസനം, ടൂറിസം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ
എന്നീ മേഖലയിൽ ഊന്നൽ നൽകി തലശ്ശേരി നഗരസഭ ബജറ്റ്. പുതിയ കൗൺസിലിൽ അധികാരമേറ്റതിനു ശേഷം ആദ്യ ബജറ്റ് ചെയർമാൻ കാരായി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ വി സതി അവതരിപ്പിച്ചു. 143 കോടി 46,05,882 രൂപ വരവും 120 കോടി 58,26,500 രൂപ ചിലവും 22 കോടി 87,79,382 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തലശ്ശേരി നഗരസഭയിലെ തരിശുഭൂമികൾ കൃഷിയോഗ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയിൽ കുറേക്കൂടി കേരളത്തിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ രീതിയിൽ ഇടപെടുന്നുണ്ട്. നഗരസഭയുടെ ഭാഗമായി നമുക്ക് തരിശുഭൂമി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്നതിനാവശ്യമായ ഒരു പദ്ധതി അതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി. മറ്റൊന്ന്, 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലാബിൽ ഈ വർഷം തന്നെ കുടിവെള്ള പരിശോധനക്കുള്ള സൗകര്യം ഒരുക്കും. നമുക്ക് നമ്മുടെ ഈ കിണറുകളിലെ വെള്ളം സ്വാഭാവികമായി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ പുറത്ത് നമ്മൾ കാശ് കൊടുത്തിട്ടാണ്, പ്രൈവറ്റ് ലാബുകളിലാണ്. അത് ഈ പ്രാവശ്യം നഗരസഭ ഉദ്ദേശിക്കുന്നത് 2 ഹയർ സെക്കൻഡറി സ്കൂളുകളെ സൗജന്യമായിട്ടുള്ള വെള്ളം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലാബ് ഒരുക്കുമെന്നതാണ്. ഘട്ടഘട്ടമായി നമുക്ക് ഫലപ്രദമായി ഇതിന്റെ സ്കൂളുകളുടെ ലാബിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ക്ഷീരവികസനം എന്നീ മേഖലകളിലും കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ വി സതി പറഞ്ഞു. ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 74,57,600 രൂപയാണ് ഉൽപാദന മേഖലയിലേക്കായി മാറ്റിവെച്ചത്. പാർപ്പിട മേഖലയ്ക്ക് 2 കോടി 3,06,720 രൂപയും വനിതാ ഘടകത്തിന് 82,88,960 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി 1 കോടി 1,44,480 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വയോജനക്ഷേമത്തിന് 41,44,480 രൂപയും പട്ടികജാതി വികസനത്തിന് 83,13,600 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5 കോടി 25 ലക്ഷവും ശുചിത്വ മേഖലയ്ക്ക് 35 ലക്ഷവും ബജറ്റിൽ വകയിരുത്തി. തലശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ടൗണായി കണ്ടിക്കലിനെ ഉയർത്തുകയാണ് പ്രധാന പദ്ധതിയായി മുന്നോട്ട് വെച്ചത്. കണ്ണിച്ചിറ കണ്ടിക്കൽ പുതിയ റോഡ്, കോടിയേരി PHCയിൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കുക, തലശ്ശേരി നഗരസഭയുടെ ടൗൺ ഹാളിന് സമീപത്തുള്ള നഗരസഭാ കെട്ടിടത്തിൽ വർക്ക് നിയർ ഹോം സെന്റർ ആരംഭിക്കും, കുണ്ടുചിറ എരഞ്ഞോളി ടൂറിസ്റ്റ് ബോട്ട് സർവീസ്, കടൽപ്പാലത്തിന് സമീപം ഫുഡ് കോർട്ട്, കുഞ്ഞാലിമരക്കാർ പാർക്ക്, പഴശ്ശിരാജ പാർക്ക് എന്നിവയുടെ നവീകരണവും പ്രധാന പദ്ധതികളായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും രാത്രികാല ഭയരഹിത സഞ്ചാര സ്വാതന്ത്ര്യവും പുതിയ ബജറ്റിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബജറ്റിന്മേലുള്ള ചർച്ച ശനിയാഴ്ച നടക്കും. നഗരത്തിലെ പ്രധാന പാതയിലൊന്നായ സംഗമം ജംഗ്ഷനിലെ അപകട മുന്നറിയിപ്പ് അടയാളമില്ലാത്തത് രാത്രി യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ജംഗ്ഷന്റെ നടുവിൽ വെളിച്ചമില്ലാത്ത വിളക്കുതറയിൽ വാഹനം ഇടിക്കുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. അപകട മുന്നറിയിപ്പിന് അടയാളങ്ങൾ വയ്ക്കാത്തത് കാരണം രാത്രി യാത്രയിൽ വളവ് തിരിഞ്ഞെത്തുന്ന വലിയ വാഹനങ്ങൾ സംഗമം ജംഗ്ഷനിലെ വെളിച്ചമില്ലാത്ത വിളക്ക് തറയിൽ ഇടിക്കുന്നത് പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദീർഘദൂര ബസ് വിളക്ക് തറയിൽ തട്ടി അപകടത്തിൽപ്പെട്ടത്. KL 58S 3069 വോയേജർ ബസ്സാണ് തറയിലിടിച്ച് ഏറെ നേരം യാത്ര തടസ്സപ്പെട്ടത്. 3 മാസം മുൻപ് ഇവിടെയുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് നീക്കം ചെയ്തിരുന്നു. അപകട നിലയിലായതിനാലാണ് റിപ്പയർ ചെയ്യാൻ KSEB ജീവനക്കാരുടെ സഹായത്താൽ നഗരസഭ അധികൃതർ ലൈറ്റ് അഴിച്ചുമാറ്റിയത്. ഇതോടെ വാഹനത്തിരക്കൊഴിയാത്ത കവലയിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തറ മാത്രം അവശേഷിച്ചു. റോഡ് നടുവിലെ ഉയരമുള്ള സിമന്റ് തറ ഇരുട്ടിയാൽ ദൂരെ നിന്നും കാണാനാവില്ല. മേൽപ്പാലം വഴിയെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തറ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടം ആവർത്തിക്കാൻ കാരണമാകുന്നത്. എത്രയും വേഗം തറയിൽ മുന്നറിയിപ്പ് അടയാളങ്ങളും ഹൈമാസ്റ്റ് ലൈറ്റ് സെറ്റുകളും സ്ഥാപിക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. കൂത്തുപറമ്പ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും പാട്യം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ ഉദ്ഘാടനം അതാത് കേന്ദ്രങ്ങളിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം ഓരോ കേന്ദ്രങ്ങളിലും നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്.
പാട്യം പഞ്ചായത്തിൽ മൗവഞ്ചേരി, ബ്രഹ്മമുക്ക്, കാര്യാട്ടുപുറം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. ബ്രഹ്മമുക്കിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് KP മോഹനൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എന്തായാലും ഇത് ഈ പ്രദേശത്തുകാർക്ക് കൂടുതൽ വെളിച്ചം നൽകാനും നല്ല രീതിയിലുള്ള വെളിച്ചം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കില്ല. റോഡിൻ്റെ കാര്യത്തെ കുറിച്ച് ചിലപ്പോഴും ചില ദിവസങ്ങളാൽ വൈകിപ്പോകുന്ന രീതിയിൽ എന്തായാലും ഒരു 5-10 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിന് മറ്റു പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. കിഴക്കേക്കല്ലൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കേണ്ടതും അഭിമാനിക്കേണ്ടതുമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് കിഴക്കേക്കല്ലൂർ പ്രദേശത്ത് ബഹുമാനപ്പെട്ട MLA നമുക്ക് 2 ലൈറ്റ് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇത് പാട്യം പഞ്ചായത്തിനകത്ത് ഇതുപോലുള്ള വിവിധ പ്രദേശങ്ങൾ ഇനിയും ലൈറ്റ് വരേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബജാറുകളിൽ തന്നെ ലൈറ്റ് വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രദേശത്തോടുള്ള പ്രത്യേക പരിഗണന MLA കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംവിധാനം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. P. മുരളി സ്വാഗതം പറഞ്ഞു. A. സുരേഷ് പ്രസംഗിച്ചു. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കാളികളായി. KP മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. KP മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മൗവഞ്ചേരിയിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. KP മോഹനൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വൈദ്യുതി കട്ടില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് അന്നേ പറയുന്നതാണ് പവർ കട്ടില്ലാത്ത കേരളമായിട്ട് നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അങ്ങനെ പറഞ്ഞത് ചെയ്യുന്നത് മാത്രമേ പറയൂ എന്ന രൂപത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രദേശത്താകെ ഇത്തരത്തിലുള്ള വൈദ്യുതി ലൈനും അതോടൊപ്പം തന്നെ പവർ കട്ടില്ലാത്ത പ്രദേശവുമായിട്ട് മാറുമ്പോൾ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ A. സുരേഷ്, പഞ്ചായത്ത് അംഗം P. മുരളി, മുൻ വാർഡംഗം രാമചന്ദ്രൻ, ബൂത്ത് കൺവീനർ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് KP മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കാര്യാട്ടുപുറത്ത് ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ KP മോഹനൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മിനിമാസ് ലൈറ്റുകൾ നൽകിയാൽ നല്ല വെളിച്ചം ഈ പ്രദേശത്ത് ലഭിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റംസാൻ മാസമാണ്. എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ല വെളിച്ചം എല്ലാ പ്രദേശത്തും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട പ്രദീപ് മാസ്റ്ററും അതുപോലുള്ള ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കൂത്തുപറമ്പിൽ 3 ഉദ്ഘാടനം ചെയ്ത് ഇതൊന്നും കൂടി ഇന്ന് ഇത് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് പോകണം. അതോടൊപ്പം തന്നെ പാട്ടത്തെ 3ാമത്തേതാണ്. അപ്പോൾ ഇന്ന് തന്നെ 6-7 ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒട്ടാകെ 2-3 ദിവസം കൊണ്ട് 22ഓളം മിനിമാസ് ലൈറ്റുകളാണ് കൂത്തുപറമ്പ് മണ്ഡലത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കാളികളായി. കൂത്തുപറമ്പ് നഗരസഭയിൽ 3 കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. മജിസ്ട്രേറ്റ് കോടതി അങ്കണം, തെക്കേലമുക്ക്, തൈക്കണ്ടി മടപ്പുര പരിസരം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. KP മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് തെക്കേലമുക്കിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. KP മോഹനൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ടീച്ചറും ഇതുപോലെ തന്നെ നൽകി. ഏകദേശം ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് 40-42ഓളം ലോമാസും ഐമാക്സ് ലൈറ്റുകളാണ്. ഐമാക്സ് ലൈറ്റ് ഇപ്പം അനുവദിക്കുന്നില്ല. കാരണം അത് റിപ്പയർ ചെയ്യാൻ വിഷമമാണ്, ഒരുപാട് ഉയരമുള്ളത്. അതുകൊണ്ടാണ് ഇത് ലോമാസ് ലൈറ്റ് ഇങ്ങനെയാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം ഈ പ്രദേശത്തെ എല്ലാവരും ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നത്, കാരണം വെളിച്ചം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. വൈദ്യുതി കട്ടില്ലാത്ത ഒരു കാലമായിട്ട് നമ്മുടെ മേഖല മാറിയിരിക്കുകയാണ്.
കൂത്തുപറമ്പ് നഗരസഭ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഹേമലത അധ്യക്ഷയായി. മുൻ കൗൺസിലർ പ്രദീപൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷ ബജറ്റ് അവതരിപ്പിച്ചു. 40,08,75,438 രൂപ വരവും 38,29,14,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ അവതരിപ്പിച്ചത്. 40,08,75,438 രൂപ വരവും 38,29,14,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപൻ തെക്കേപ്പുരയിൽ സ്വാഗതം പറഞ്ഞു. 2026-27 വർഷത്തെ ബജറ്റിൽ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ സംരക്ഷിക്കാനും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും സാധിക്കുന്ന പദ്ധതികൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭൂഗർഭജല വിതാനം ക്രമാതീതമായി കുറയുന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേനയും മറ്റു വകുപ്പുകളുടെയും സംയോജനത്തോടെ പരിഹരിക്കുന്നതിന് പരിഗണന ബജറ്റിൽ നൽകുന്നുണ്ട്. ആരോഗ്യമേഖലയിൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തീകരിക്കുവാനും ബ്ലോക്ക് പരിധിയിലെ PHCയുടെ നിർമ്മാണവും സമയബന്ധിതമായി പൂർത്തീകരിച്ച് ആരോഗ്യമേഖലയെ സമ്പുഷ്ടമാക്കാൻ ഉയർന്ന പരിഗണനയാണ് ബജറ്റിൽ നൽകുന്നത്. ഉപഭോക്തൃ വിഹിതം 70 ലക്ഷം, ജില്ലാ പഞ്ചായത്ത് വിഹിതം 55 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് വിഹിതം 54 ലക്ഷം, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവൃത്തികൾ 2 കോടി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 20 കോടി, MP ലാഡ്സ് 2 കോടി, MLA SDF 1 കോടി, കേരളോത്സവം ഗ്രാന്റ് 1 ലക്ഷം രൂപ, മറ്റു വരവുകൾ 40,000 രൂപ. അങ്ങനെ ആകെ വരവുകൾ 40 കോടി. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബജറ്റിൽ പരിഗണന നൽകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചും പിണറായിയിലെ നിർദ്ദിഷ്ട വിദ്യാഭ്യാസ ഹബ്ബും ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ സഹായത്തോടെ സമഗ്രമായ മാറ്റം ബജറ്റിൽ പരിഗണിച്ചു. ബജറ്റ് ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C ചന്ദ്രൻ, PK സീന, അർജുൻ പവിത്രൻ, PM അതുൽ, B ഗീതമ്മ, P ഷേർലി എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ എന്നിവരും ഉണ്ടായി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T അനിൽ, CP ബേബി സരോജ, KK രാജീവൻ, CP അനിത എന്നിവർ സംസാരിച്ചു. ഹെഡ് അക്കൗണ്ടന്റ് K സുബീഷ് നന്ദി പറഞ്ഞു. മാഹി CH സെന്ററിന്റെ 14ാം വാർഷികവും റംസാൻ കിറ്റ് വിതരണവും നടന്നു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. നോമ്പുകാലം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മാത്രമല്ലെന്നും മനുഷ്യരെല്ലാം ഒന്നാണെന്ന സന്ദേശം ഉണർത്തുന്ന കാരുണ്യകാലമാണെന്നും രമേശ് പറമ്പത്ത് MLA പറഞ്ഞു. മാഹി CH സെന്ററിന്റെ 14ാം വാർഷികവും റംസാൻ കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇന്ന് വ്രതശുദ്ധിയോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോയമ്പുമായി മുന്നോട്ട് പോവുകയാണ്. ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി ജോലിക്ക് പോവുകയും അവരൊക്കെ തന്നെ വ്രതം എടുക്കുകയും അല്ലാഹുവിനും അല്ലെങ്കിൽ പടച്ചവനിൽ അവരുടെ വിശ്വാസം അർപ്പിക്കുകയും അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദാനം നൽകുന്ന തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം പടച്ചവൻ നമുക്ക് തന്ന സമ്പത്തിൽ ഒരംശം നിയമപരമായി ഖുർആനിൽ പറഞ്ഞത് പ്രകാരം സക്കാത്ത് നൽകുന്ന ദിവസങ്ങളാണ് ഈ ഒരു മാസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഹി CH സെന്ററിന്റെ 3 ആംബുലൻസുകളുടെ ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു. സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മുഹമ്മദ് റംസാൻ എന്ന കുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. CH സെന്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷനായി. IUML പുതുച്ചേരി സംസ്ഥാന പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായ T ഇബ്രാഹിം കുട്ടി, ബഷീർ കൈത്താങ് പെരിങ്ങാടി, IUML പുതുച്ചേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് EK മുഹമ്മദ് അലി, പൂഴിയിൽ ജുമാഅത്ത് പള്ളി ചീഫ് ഇമാം ഷറഫുദ്ദീൻ അഷ്റഫി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു, K അലി ഹാജി, TK ഫിറോസ്, TK വസീം, IUML പുതുച്ചേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖാലിദ് കണ്ടോത്ത്, TG ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. IUML പുതുച്ചേരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും മാഹി CH സെന്റർ സെക്രട്ടറിയുമായ AV അൻസാർ സ്വാഗതവും AV സിദ്ദീഖ് ഹാജി നന്ദിയും പറഞ്ഞു. K നംഷീർ, CK റസ്മിൽ,
മുഹമ്മദ് ത്വാഹ, റിഷാദ് കൂടാളി, ഷക്കീർ, സഫ്വാൻ, മുഹമ്മദ് റംസാൻ എന്നിവർ നേതൃത്വം നൽകി. ചക്കയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജാക്ക് ഫാമുമായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് എരഞ്ഞോളി കുണ്ടൂർമല ടിയ സ്റ്റഡി സെന്ററിന്റെ സമീപം 2.5 ഏക്കർ സ്ഥലത്താണ് ഫാം ആരംഭിച്ചത്. ചക്കയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കതിരൂർ ബാങ്ക് ജാക്ക് ഫാമിന് തുടക്കമിട്ടത്. എരഞ്ഞോളി കുണ്ടൂർമല ടിയ സ്റ്റഡി സെന്ററിന് സമീപം 2.5 ഏക്കർ സ്ഥലത്താണ് ഫാം ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു IAS നിർവഹിച്ചു. നമുക്കറിയാം കേരളത്തില് ഒന്നാമത് ഞാനൊരു ഡോക്ടറേറ്റ് ഹോൾഡറാണ്, കൃഷിയിലാണ് എൻ്റെ ഡോക്ടറേറ്റ്. അപ്പോൾ ഞാനെങ്കിലും കൃഷിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആരാനെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് കിട്ടുന്ന വേദികളിലൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിലെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുള്ളത്. ഇന്ന് ഏറ്റവും സന്തോഷകരമായൊരു വസ്തുത, സാധാരണ സഹകരണ സംഘങ്ങളുടെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം തല നരച്ചിട്ടുള്ള, ഞാൻ വയസ്സ് പറയില്ല, എന്നാൽ തല നരച്ചിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. തല നരച്ചത് ഞാൻ വയസ്സായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. തല നരച്ച ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ കുഞ്ഞുമക്കൾ കർഷക വേഷം കെട്ടി വന്നിട്ടുണ്ട്, യുവതീ-യുവാക്കളുണ്ട്, പിന്നെ കൂടുതലും വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. റബ്കോ ചെയർമാൻ കാരായി രാജൻ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് AK സൈബുന്നിസ, കതിരൂർ ബാങ്ക് സെക്രട്ടറി P സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഡയറക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. വിയറ്റ്നാം, കംബോഡിയൻ എന്നീ ചക്കത്തൈകളാണ് ഇവിടെ നട്ടുവളർത്തുന്നത്. 2 വർഷത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചക്കത്തൈകളാണ് 2.5 ഏക്കർ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചതെന്ന് റിട്ടയർഡ് അധ്യാപകനും കർഷകനുമായ രാമചന്ദ്രൻ പറഞ്ഞു. കതിരൂർ സർവീസ് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാവിൻ തോട്ടം ചെയ്യുന്നത്. ഇപ്പോ ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ ചെയ്യുന്നത്. ഇന്നിപ്പോ ചെയ്തിട്ടുള്ളത് 1 ഏക്കർ 20 സെന്റ് സ്ഥലത്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു 7ഓളം വെറൈറ്റി ഇന്നിവിടെ നട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നട്ടത് വിയറ്റ്നാം സൂപ്പർ ഏളി എന്നുള്ളത് ഒരു 100 എണ്ണവും, അതുപോലെ തേൻവരിക്ക 120, പിന്നെ കംബോഡിയൻ 100 എണ്ണവും, പിന്നെ മറ്റ് വെറൈറ്റീസ്. അതായത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഫിലിപ്പൈൻസിന്റെ ഇവിയാർക്ക് എന്ന് പറഞ്ഞ സാധനം, അത് ഒന്നായി നട്ടിട്ടുള്ളത്. ഒരുപാട് മാതൃകാ സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്ന ബാങ്കാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനമാണ് ബാങ്ക് നടത്തുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പറഞ്ഞു. സഹകരണ രംഗത്ത് ഒരുപാട് മാതൃകാ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സഹകരണ സ്ഥാപനമാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. കലയിലും സാഹിത്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും സ്പോർട്സ് രംഗത്തുമെല്ലാം മാതൃകൾ സൃഷ്ടിച്ചെങ്കിലും ഇപ്രാവശ്യം നമ്മൾ വളരെ കരുതലോടുകൂടി കൈവച്ചിട്ടുള്ളൊരു മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ വേണ്ടി ഹോർട്ടിക്കൾച്ചർ ഹബ്ബ് എന്ന സഹകരണ വകുപ്പിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കതിരൂർ ബാങ്ക് ഇപ്പോൾ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് ഇവിടെ ചക്ക കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതിനകത്ത് വിവിധങ്ങളായ ചക്ക ഇനങ്ങൾ നമ്മൾ നട്ടുവളർത്തുകയാണ്. തുടർന്ന് ഇത് ബാങ്കിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും, തൊട്ടടുത്ത സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുകയാണ്. ആ സ്ഥലത്തെല്ലാം ഈ കൃഷി വ്യാപിപ്പിക്കാനും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായി നമ്മൾ ഈ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കതിരൂർ ബാങ്കിന്റെ ഈ സംരംഭം സ്വാഗതാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ പ്രകാശ് മഹിജാസ് പറഞ്ഞു. കതിരൂർ ബാങ്ക് ഏറ്റവും നല്ല സംരംഭത്തിൽ ഏറ്റവും നല്ലതായിട്ടാണ് ഇത് തുടക്കം കുറിക്കുന്നത്. നമ്മളെ ചക്കയെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാര്യത്തിന്, അതായത് നമ്മളെ പരമ്പരാഗത കൃഷി ഇന്നത്തെ അവസ്ഥയിലുള്ള ഇതൊക്കെ അതിന് പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ സംരംഭം ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചക്കയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ചക്കയെ പറ്റി കേരളത്തിൽ 40 ഇനങ്ങളോളം ചക്ക അറിയപ്പെടുന്ന ഇനങ്ങളുണ്ട്, ഇനിയും കണ്ടെത്താനുമുണ്ട്. അങ്ങനെ അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായി നമ്മൾ ഇതുവരെ ഒരു ഇറങ്ങി തിരിച്ചിട്ടില്ല. അത് കതിരൂർ ബാങ്ക് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത് ഏറ്റവും ശ്ലാഘനീയമാണ്, ഏറ്റവും നല്ലൊരു കാര്യമാണ്.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little brains take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. കൂത്തുപറമ്പ് വെൽഫെയർ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. കൂത്തുപറമ്പ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ മാതൃകാപരമായിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കൂത്തുപറമ്പും സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ 10 വർഷത്തെ ഇടപെടൽ നടത്തി വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒന്നാണ്. അത് ഓണക്കാലത്തും റംസാൻ കാലത്തും ഇതൊക്കെ കിറ്റ് വിതരണം ചെയ്ത് സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കുക എന്ന ഏറ്റവും ഒരു വലിയ കാഴ്ചപ്പാടാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. നമ്മുടെ നാടിലെ മതനിരപേക്ഷമായ ഒരു സംസ്കാരം വളരെ ശക്തമായി നിലനിൽക്കുന്നൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത് എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടെ സഹോദര്യത്തോടെ ജീവിക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും, മതപരമായ ആഘോഷങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാട്. നമ്മുടെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം വ്യത്യസ്തമായി ഒരു സ്നേഹത്തോടെ സഹോദര്യത്തോടെ നമ്മളത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു നാട് നമ്മുടെ കേരളമാണ്. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഷംസുദ്ദീൻ അധ്യക്ഷനായി. വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി UEN റഫീഖ്, ഷംസീർ കൈതേരി, PA സജീർ, UEN ഷമീർ, MN റൌഫ്, TP സക്കീർ ഹുസൈൻ, K ഷമീർ, PK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പിലും പരിസരങ്ങളിലും ഉള്ള നിർധനരായ കുടുംബങ്ങൾക്കാണ് 200ഓളം ഭക്ഷ്യധാന്യ കിറ്റുകളും കുട്ടികൾക്കുള്ള 600ഓളം ഡ്രസ് കിറ്റുകളും വിതരണം ചെയ്തത്. പുതുച്ചേരിയിൽ നടത്തിയ 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാർച്ച് 1 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് BJP നേതാക്കൾ മാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദി മാർച്ച് 1 പുതുച്ചേരി സന്ദർശിക്കും. ഏകദേശം 5000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പദ്ധതികളിൽ മാഹിക്ക് പ്രത്യേക മുൻഗണന നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുകയെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന മാർച്ച് 1 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം പോണ്ടിച്ചേരി എത്തുന്നുണ്ട്. ഏകദേശം 5000 കോടി രൂപയോടുള്ള ഒരു പ്രൊജക്റ്റുകൾ അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ വരവോട് കൂടിയിട്ട് അതിൽ 1100 കോടി രൂപ നമ്മുടെ ഹെൽത്ത് കെയർ ആവശ്യമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ 1500 കോടി ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള പരിപാടികൾക്ക്, 900 കോടി എഡ്യൂക്കേഷൻ സെക്ടറിലേക്കും, 700 കോടി സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ എന്നീ മേഖലകളിലേക്കാണ് പദ്ധതിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ മാഹിയിൽ ഈ പരിപാടിക്ക് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പാർട്ടിൻ്റെ ഒരു 200ഓളം ആൾക്കാർ പ്രധാനമന്ത്രിനെ പുതുച്ചേരിയിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാഹിയിൽ പോകുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന കിസാൻ സമ്മാൻ നിധി, അത് 3 ഗഡുവോളമായിട്ട് മാഹിയിൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതൊരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട നാഷണൽ ഗവൺമെൻറ്റിലേക്കും നമ്മൾ ഇതിൻ്റെ നിവേദനങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ മാഹിക്ക് പ്രധാന പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോണ്ടിച്ചേരിയിൽ നിന്ന് കിസാൻ സമ്മാൻ നിധിയുടെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വീടുകളിൽ ഫോൺ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോടും മാധ്യമപ്രവർത്തകരോടും പറയാൻ പറ്റും, മാഹിയിലുള്ള അവശത അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ഡാറ്റയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലുണ്ട്. പാർട്ടിയുടെ ആൾക്കാർ അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് ഇനിയും വിളിക്കും.
അതിൽ മറ്റു പാർട്ടിക്കാർ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. എല്ലാ വിഭാഗം ആളുകളെയും, ഈവൻ നമ്മുടെ ദിവ്യാംഗരുടെ, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എന്താ പറയുക അലംബഹീനരായിട്ടുള്ള ആളുകളുടെ, കിസാൻ സമ്മാനം നെരിവാക്കുന്ന അലംബഹീനരായിട്ടുള്ള ആളുകളുടെ എല്ലാ ഡാറ്റയും പാർട്ടിയുടെ കയ്യിലുണ്ട്. അത് പാർട്ടി അവരെ നേരിട്ടിട്ട് വീടുകളിലൊക്കെ പോയിട്ട് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചാണ്. അങ്ങനെയുള്ള ചില ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ സംസ്ഥാന ഘടകമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ വെൽഫെയർ വിഭാഗങ്ങളോ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതൊരു പുതുമയുള്ള കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റുള്ളവരും ഇതിൽ ആശങ്കപ്പെടേണ്ട. ഇത് പാർട്ടിയുടെ പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാലാകാലമായിട്ട് നടക്കും. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാർ, ദിനേശ് അങ്കവളപ്പിൽ, മഗ്നീഷ് മഠത്തിൽ, ത്രിജേഷ്, ലതീബ് എന്നിവർ പങ്കെടുത്തു. ഉത്തര കേരള കബഡി ടൂർണമെന്റ് ഫെബ്രുവരി 28 ചെറുവാഞ്ചേരിയിൽ നടക്കും. ചെറുവാഞ്ചേരി ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ഉത്തര കേരള പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരള കബഡി ടൂർണമെന്റ് ഫെബ്രുവരി 28 ചെറുവാഞ്ചേരിയിൽ നടക്കും. ചെറുവാഞ്ചേരി ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഉത്തര കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശകരമായ അനുഭവമാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രമുഖരായ കളിക്കാർ 25ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ദിവസം മുഴുവൻ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ വീസ് എന്ന അടിസ്ഥാന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലുള്ള ചെറുവാഞ്ചേരി 4 വർഷമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുവാഞ്ചേരിയിലെ പൊതുപരിപാടികളിൽ ഒരു നാട്ടിന്റെ വികസനമായിട്ടാണെങ്കിലും നാട്ടിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിലായാലും ഞങ്ങൾ ഞങ്ങളുടേതായ വ്യക്തിബന്ധം പതിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വോളിബോൾ ടൂർണമെന്റായിരുന്നു. സ്പോർട്സ് ഇനങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ജില്ലാതല ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തിയിരുന്നു. ഈ വർഷം ഒരു കബഡി ടൂർണമെന്റ് നടത്താൻ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കൂത്തുപറമ്പ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് KM ശശീന്ദ്രൻ, പ്രസ് ഫോറം പ്രസിഡന്റ് N ധനഞ്ജയന് നൽകി നിർവഹിച്ചു. മത്സരത്തിൽ ഉത്തര കേരളത്തിലെ പ്രമുഖ 25 പുരുഷ ടീമുകൾ പങ്കെടുക്കും. കൂടാതെ 6 വനിതാ ടീമുകളും മാറ്റുരയ്ക്കും. ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടെ നടക്കുന്ന മത്സരങ്ങൾ കാണികൾക്ക് രാത്രി സമയത്തും ആസ്വദിക്കാനാവും. വാർത്താ സമ്മേളനത്തിൽ LR രാലിഷ്, KV സുധീഷ്, സുരേഷ് കുറ്റിയൻ എന്നിവർ പങ്കെടുത്തു. RJD തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനോളി ലക്ഷ്മണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പടേണി ഹാളിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. RJD ദേശീയ സമിതി അംഗം രവീന്ദ്രൻ കുന്നോത്ത് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്ത KC ഭാസ്കരനോടൊപ്പം ഒക്കെ ഈ നിയോജക മണ്ഡലത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ ആ സർക്കുലറൊക്കെ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ ആകമാനം എത്തിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ പോലത്തെ സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. ഇപ്പോൾ പഴയ സോഷ്യലിസ്റ്റിന്റെ ചരിത്രം, വടക്കേക്കളവ്, ഇവിടെ കാട്ടാമ്പള്ളി സമരമാനൊക്കെ തന്നെ നമ്മളെയൊക്കെ സോഷ്യലിസ്റ്റ് പ്രവർത്തകന്മാരുടെ മനസ്സിൽ എന്നും ആവേശം ജനിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ്. അപ്പോൾ 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കാട്ടാമ്പള്ളി കുടിയൊഴിപ്പിനെതിരായിട്ടുള്ള സമരം ഉണ്ടാകുന്നത്. ആ സമരം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്തു. കോൺഗ്രസിന് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സോഷ്യലിസ്റ്റുകാർ ആ സമരം ഏറ്റെടുക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് PM കുഞ്ഞിരാമൻ നമ്പ്യാറും K കുഞ്ഞിരാമക്കുറുപ്പും PR കുറുപ്പും അല്ലെങ്കിൽ സേരും അടക്കമുള്ള ആളുകൾ ആ സമരം ഏറ്റെടുത്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു കുടുംബങ്ങളെ പട്ടികജാതിവർഗത്തിൽപ്പെട്ട കുടുംബം. സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പന്നിന്നൂർ രാമചന്ദ്രൻ അധ്യക്ഷനായി. ജോർജ് പീറ്റർ, P ശിവദാസൻ, കരിമ്പിൽ രാംദാസ്, N ബിജു, K പുഷ്പ, വിക്ടർ രൂപൻ, ബാബു ഡിക്രൂസ് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറിന്റെ അഷ്ടപതിയാട്ടം 200 വേദികൾ പിന്നിടുന്നു. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 2 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് 200ാമത് അഷ്ടപതിയാട്ടം നടക്കുന്നത്. 200 വേദികൾ പിന്നിടാനായി അഷ്ടപതിയാട്ടം ഒരുങ്ങുന്നു. അന്യം നിന്നുപോയ അഷ്ടപതിയാട്ടം എന്ന കലാരൂപത്തെ വീണ്ടെടുത്തിട്ട് 200 വേദികൾ പിന്നിട്ടു.
1950-70 കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കലാരൂപമാണ് അഷ്ടപതിയാട്ടം. കഴിഞ്ഞ 7 വർഷമായി ഗുരു പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരിൽ നിന്നും അഷ്ടപതിയാട്ടം വീണ്ടെടുക്കുകയും അത് വേദിയിൽ അവതരിപ്പിച്ചു വരികയും ചെയ്യുന്നത് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറാണ്. ഗുരുവായൂർ ഉത്സവത്തിന്റെ 3-ാം ദിവസത്തെ പ്രൈം ടൈം പ്രോഗ്രാം അഷ്ടപതിയാട്ടമാണ്. ഇതോടുകൂടിയാണ് 200 വേദികൾ അഷ്ടപതിയാട്ടം പിന്നിടുന്നത്. ആട്ടത്തിന്റെ പക്കമേളയായി അണിയറയിൽ പങ്കെടുക്കുന്നത് ചെണ്ടയിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മദ്ദളത്തിൽ കലാമണ്ഡലം ഹരിദാസൻ, മൃദംഗത്തിൽ കലാമണ്ഡലം സുബീഷ്, വയലിനിൽ ശ്രീജിത്ത് കൊല്ലം, ഇടയ്ക്കയിൽ മട്ടന്നൂർ ശ്രീകാന്ത് വോക്കൽ സദനം, ജ്യോതിഷ് ബാബു, നട്ടുവാങ്കതാളം കലാമണ്ഡലം സാഗർദാസ് എന്നിവരാണ്. മാർച്ച് 2 വൈകിട്ട് 7 മണിക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അഷ്ടപതിയാട്ടം നടക്കുക. പിണറായി AKGM GSSൽ ദേശീയ സംസ്ഥാനതല വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു. സബ് ജഡ്ജ് M. ശ്രുതി ഉദ്ഘാടനം ചെയ്തു. പിണറായി AKGM GHSSൽ നിന്ന് ഈ അധ്യയന വർഷം ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു. സബ് ജഡ്ജ് M. ശ്രുതി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എല്ലാവരും വിന്നേഴ്സാണ്. ഞാൻ വെറുതെ ഒരു രസത്തിന് പറയണതല്ല. ഓക്കെ, ഒരു ഔപചാരികതയുടെ പേരിൽ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾ എല്ലാവരും വിന്നേഴ്സാണ്. ലാസ്റ്റ് ഇയർ ഈ സമയം നിങ്ങൾ എങ്ങനെയായിരുന്നു? അതിൽ ഒരു പടി കൂടിയിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? പഠിത്തത്തിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കഴിവുകളുടെ കാര്യത്തിലായാലും നിങ്ങളുടെ ഏത് രീതിയിലുള്ള കഴിവുകളാണെങ്കിലും നിങ്ങൾ ഒരു പടി മുമ്പിലേക്ക് നീങ്ങിയവരാണ്. സോ യു ആർ ഓൾ വിന്നേഴ്സ് അല്ലേ? God, these people are very silent. PTA പ്രസിഡന്റ് A. അനിൽകുമാർ അധ്യക്ഷനായി. NM ബിജോയ്, സംവൃത ഷമിദ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ P. ശ്രീജിത്ത് സ്വാഗതവും പ്രധാനാധ്യാപകൻ ഡോക്ടർ V. ജയേഷ് നന്ദിയും പറഞ്ഞു. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി നിവേദ്യ പ്രസാദിനെ ചടങ്ങിൽ അനുമോദിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. പോലെ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ 1987 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ഇഫ്താർ സംഘടിപ്പിച്ചു. പാലശ്ശേരിയിലെ അപ്നാഗറിലാണ് സംഗമം നടന്നത്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ 1987 ബാച്ചിന്റെ നേതൃത്വത്തിലാണ് പാലശ്ശേരിയിലെ അപ്നാഗറിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ജാല 87ന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കാളികളായി. നാടിന്റെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ വേദിയാകുമെന്ന് സംഘാടകർ പറഞ്ഞു. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുൻ RP KJ വിക്ടർ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇംഗ്ലീഷ് മുൻ RP KJ വിക്ടർ ഉദ്ഘാടനം ചെയ്തു. പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാഷ പഠിക്കാൻ വേണ്ടി തന്നെ പഠിക്കണം. മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരാമെന്ന് പലരും പറയും. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. കാരണം നമുക്ക് ആശയവിനിമയം കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ, നിങ്ങളോട് സംവദിക്കാൻ എനിക്ക് സാധിക്കുന്ന ഭാഷ മലയാളമായതുകൊണ്ടാണ് ഞാൻ മലയാളം ഉപയോഗിക്കുന്നത്. അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ that must be English to English. Otherwise you won't win. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. സ്കൂൾ പ്രധാനാധ്യാപകൻ P വിനോദ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക P ദീപ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി U സുരേന്ദ്രൻ, SR ശ്രീജിത്ത്, മദർ PT പ്രസിഡന്റ് തസിറ തങ്കു, സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപിക P രജന, ക്ലബ്ബ് കൺവീനർ P പ്രജ്ന എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നാട്ടുവർത്താനത്തിൽ ഡോക്ടർ M പ്രമിഷ അതിഥിയായി പങ്കെടുത്തു. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നാട്ടുവർത്താനത്തിൽ ഡോക്ടർ M പ്രമിഷ അതിഥിയായി പങ്കെടുത്തു. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കൂടുതൽ നാരടങ്ങിയ ഫുഡും കൂടുതൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. വേറെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കുള്ള പ്രശ്നം വീഴ്ച, അല്ലെ, സ്ലിപ്പായിട്ട് വീഴാം, അല്ലെങ്കിൽ ശരീരത്തിൽ ബലമില്ലാത്തത് കൊണ്ട് വീഴാം, അല്ലെ. വയോജനങ്ങൾക്ക് കൂടുതൽ ഉള്ള പ്രശ്നമാണത്.
വീഴ്ച ഏറ്റവും കൂടുതലാണ് വീഴ്ച. അപ്പൊ എന്തുകൊണ്ട് ഈ പേശികൾക്ക് ബലം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തുടർന്ന് ഡോക്ടറും വയോജനങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. എം ബാബു അധ്യക്ഷനായി. ഇ രാജൻ, കെ സനൽകുമാർ, എം ശശികുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷ്. KP മോഹനൻ MLAയുടെ പാനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP മാർച്ച്. ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി തലശ്ശേരി നഗരസഭാ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ B സതി ബജറ്റ് അവതരണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.